രക്ഷയുള്ള പറയുന്നതിന് ഞാൻ എതിര് പറയില്ല. ഇന്നിപ്പോൾ ഇങ്ങോട്ടല്ല പോണേ. ഇപ്പം ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഇതിലെ ഇറങ്ങി ഞങ്ങളങ്ങോട്ട് അങ്ങോട്ട് പോകും. രണ്ടുപേരും കൂടി തീരുമാനിക്കും. നല്ല ചങ്ങാതിമാർ ശരിക്കും ഭക്ഷണം പോലെയാണ്, നമുക്ക് മതിയാവൂല. രാവിലെ എത്ര ഭക്ഷണം കഴിച്ചാലും ഉച്ചയാകുമ്പോഴേക്കും പിന്നെയും വിശക്കുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് മതിയാവില്ല. അത് എപ്പോഴും ആവശ്യമാണ്, മരുന്ന് പോലെയല്ല. നല്ല ചങ്ങാതി നല്ല അന്നമാണ്, നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കുന്നൊരു ഘടകമാണ് നല്ല ചങ്ങാതി. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം, ഏറ്റവും നല്ല സൗഹൃദം സമ്മാനിക്കലാണ്. അത് ഏതൊരു ബന്ധം ചെയ്തിരിക്കുന്നതാ. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവങ്ങളിലൊന്നാണ് സൗഹൃദങ്ങളാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല നിധിയും ശേഖരണവും അതാണ്. നല്ല ചങ്ങാതിമാരുണ്ടെങ്കിൽ ആ ചങ്ങാതി അത്രമേൽ വിലപ്പെട്ട ഒരാളാണ് എന്ന് പിന്നെയും പിന്നെയും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ പ്രധാനമാണ് പ്രിയപ്പെട്ടവർ. എന്തും പുള്ളി അംഗീകരിക്കും, അങ്ങോട്ട് ഒന്നിനും എതിര് പറയില്ല. ഇപ്പം കൃഷ്ണൻ നായർ പറയാല്ല, കൃഷ്ണപിള്ള പറയുന്നതിന് ഞാൻ എതിര് പറയില്ല. ഇന്നിപ്പോൾ ഇങ്ങോട്ടല്ല പോണേ. ഇപ്പം ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഇതിലെ ഇറങ്ങി ഞങ്ങളങ്ങോട്ട് അങ്ങോട്ട് പോകും. രണ്ടുപേരും കൂടി തീരുമാനിക്കും. എതിരെയാ ഇതിക്കടെ അത്ര അല്ലേ? കാരണന്മാരുടെ വലിയ ഇഷ്ടമാണല്ലോ, കാരണന്മാരുടെ വലിയ ഇഷ്ടമാണോ? അല്ല, ഒരു നല്ല മനുഷ്യന് കൂട്ടി കിട്ടി, അതേപോലെ സന്തോഷമുണ്ടെന്ന് മാത്രം വേണം. പിന്നെ പുള്ളിക്കൊരു ഗുണമുണ്ടാകുന്നറിയോ? ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് പോയാൽ പുള്ളിക്കൊരു പാട്ട് കേൾക്കണം, ഞാനൊരു പാട്ട് പാടണം, അത് നിർബന്ധം പുള്ളിക്ക്. അപ്പം ഞാനിത് ഇന്നിപ്പോൾ പാടാൻ വേണ്ടിയിട്ടുള്ള പാട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഉരുളി വട്ടം ചാടിയത്. തടസ്സമൊന്നുമല്ല, ഉരുളി വട്ടം ചാടി ഇപ്പൊ നമ്മുടെ ഫോട്ടോ എടുക്കുമെന്നാ. അല്ല, വട്ടം ചാടുമ്പോ ഇവിടേക്ക് വന്നില്ലേ? അപ്പൊ നമ്മളിവിടെ നിന്നില്ലേ?